ഈ വപ്പങ്കായി എണ്ണയിലിട്ടതിന്റെ പാങ്ങ് തന്നെ ഈ വെളുത്തുള്ളിയും കരിയാമ്പലേരെ മനസ്സിൽ. ഇന്ന് ഞാൻ 4 മണി ചായക്ക് ഒരു വപ്പങ്കായും കൊണ്ട് വന്നു. ഇന്ന് ഞാൻ വപ്പങ്കായി എണ്ണയിൽ ഇടാറിഞ്ഞിട്ടില്ലത്. അത് നല്ല പാങ്ങില് മൂക്കണം, പഴുത്തും കൂടാ അണ്ടി ആയിക്കൂടാ. അത് എണ്ണയിലിട്ടാ നല്ല പാങ്ങുണ്ടാവും. 4 മണിക്ക് ചായക്ക് ഇപ്പൊ ഞാൻ പീടിയക്ക് പോലെ ഇല്ല, ഈ എന്തായിട്ട് ഓരോന്ന് ആക്കിയിട്ട് ഇടുന്ന തന്നെ തിന്ന്. അപ്പം കഴിഞ്ഞ പാങ്ങില് കൈയിട്ട് ഇതിന്റെ ചൂളി എത്തിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് ബാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വപ്പങ്കായി പാങ്ങില് ചൂളി എത്തണം, ചൂളി ഒട്ടും ഒഴിഞ്ഞൂടാ, ഇങ്ങനെ ചൂളി എത്തേണ്ടത്. വപ്പങ്കായി ഒട്ട് പച്ച നിറം കണ്ടൂടാ, നല്ല പാങ്ങില് ചത്തണം, അല്ലെങ്കിൽ വായി പൊള്ളിപ്പോവും. നടുക്ക കഷ്ണം വയ്ക്കുന്നു. അധികം മൂത്തിട്ടൂല, അണ്ടിയല്ല. ഇതിന്റെ ഉള്ളിലത്തെ നല്ല ചത്തണം പാങ്ങില്. ഇങ്ങനെ ചെറുപ്പില് മുരിക്കണം, എന്നിട്ട് വെള്ളത്തിലിടണം. അതാ ഞാൻ പിന്നെ എല്ലാം കാണിക്കാം. ഞാൻ പാങ്ങില് 2 വട്ടം കൈയിട്ട് ഞാൻ വരുന്നു. വപ്പങ്കായി എണ്ണയിലിടുന്നതിന് വേണ്ടുന്ന സാധനമല്ല. ഇത് കുട്ടിമുളക് പൊടി, ഇത് മൈദ, ഇത് ചോളപ്പൊടി, ഇത് അരിപ്പൊടി, ഇത് ഉപ്പ്, ഇത് കരിയാമ്പല, ഇത് വെളുത്തുള്ളി, ഇത് വപ്പങ്കായി മുറിച്ചത്, ഇത് വെള്ളം, ഇത് എണ്ണ. ഇത് വെള്ളം പോയിരുന്നത് മുളക് പൊടി മൈദപ്പൊടി ഇട്ടു. ഇത് ചോളപ്പൊടി, അരിപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇനി പാങ്ങില് കുഴക്കണം. വപ്പങ്കായി ഇട്ടിട്ട് പാങ്ങില് കുഴക്കണം. വപ്പങ്കായി ചെറുതായിട്ട് മുരിക്കണം, അല്ലെങ്കിൽ വേഗം പോയില്ല. നല്ലവണ്ണം തീ പറ്റി ചീനിച്ചട്ടി തീമാക്കുന്നു. ചീനിച്ചട്ടി ചൂടായി, എണ്ണ വയ്ക്കുന്നു. അത് എണ്ണയിൽ കഴിയുമ്പോഴേക്ക് വെളുത്തുള്ളി ഉണിക്കുന്നു. ചൂളിയോടെ ഉണിച്ചാലേ പാങ്ങുണ്ടാവും. തൊലി കളയാതെ വെളുത്തുള്ളി കുഞ്ചത്. കരിയാമ്പലം ഇടുന്ന്, നല്ലോണം കരിഞ്ഞങ്ങ് പാങ്ങുണ്ടായില്ല. ഈ വപ്പങ്കായി എണ്ണയിലിട്ടതിന്റെ പാങ്ങ് തന്നെ ഈ വെളുത്തുള്ളിയും കരിയാമ്പലേരെ മനസ്സിൽ. ഇനി ഇതിനെല്ലാം കോരിയിട്ട് ഇലത്തൊക്കെ ഇടുന്നു. വപ്പങ്കായി എണ്ണയിലിട്ടത് റെഡിയായി. നല്ല പാങ്ങുണ്ടത്. നിങ്ങളും വപ്പങ്കായി എണ്ണ കിട്ടിയെങ്കിൽ ഇതുപോലെ ആക്കണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ പുതിയ വിശേഷമായി കാണാം.